അരിയുണ്ട്. അരി വന്നിട്ട് എന്നോട് നമ്മൾ പരീക്ഷ ചെയ്യിക്കാം. പിന്നെ ഇതിൻ്റെ അറബിൻ്റെ ഓൻ ഉദ്ദേശിച്ച ഓൻ ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കണം. ഏതായാലും പഠിക്കാൻ വേണ്ടിയാണ് പരീക്ഷ എഴുതാന്നില്ല. അന്ന് മറ്റേ മുൻഷിപ്പ് പരീക്ഷ തന്നെയാ പറയുന്നത്. അങ്ങനെ ഞാൻ രണ്ടാളും പരീക്ഷയ്ക്ക് എഴുതി. ഈ അറബി മുൻഷിപ്പ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അപ്പലിനൊന്നും അന്ന് പേരില്ല. അത് ഹയർ ലോവർ ലോവറാണ് ലോവർ എഴുതി അത് പാസ്സായി. അങ്ങനെ അതും പാസ്സായിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുക. അപ്പൊ പിന്നെ അൽഫാറൊക്കെ നടത്തിയിട്ട് സാധിക്കും ഒരു വേണ്ടി അയാള് പിന്നെ ഇവിടെ കൊച്ചിയിൽ ഒരു പിന്നെ കോളേജ് മദ്രസയിൽ എന്നെ അധ്യാപകനായിട്ട് കൊടുക്കാൻ അയാളെ വാക്ക് കൊടുക്കുകയും ചെയ്ത് പിന്നെ എനിക്ക് അടിയന്തരമായിട്ട് കത്തയച്ചു. കൊച്ചിയിൽ ജോലിക്കില്ല? കൊച്ചിയിൽ നെതോത്തുൽ ഇസ്ലാം മന്ത്രി നെതോത്തുൽ ഇസ്ലാം കൊച്ചി. ആടെയാണ് നിങ്ങൾ അധ്യാപകനായിട്ട് ചേർന്നത്? അധ്യാപകനായിട്ട് തന്നെ ചേർന്നാണ്? അധ്യാപകനായിട്ട് ചേർന്നു. യാത്രയൊക്കെ വേരിക്കണ്ടി യാത്ര. അടുത്ത കൊല്ലം നിങ്ങൾക്ക് ആടെ ഒരു ആടെ പിന്നെ പ്രിൻസിപ്പാളായിട്ട് തന്നെ അന്ന് അവിടെ തലവനായിട്ട് ഹെഡായിട്ട് അങ്ങനെ നിന്നുകൊണ്ടിരിക്കും. 4 മാസം കത്ത് ഇവിടുന്ന് ഉടനടി വരണം. 2-3 ദിവസത്തിനുള്ളിൽ വരണം. ഇവിടെ അധ്യാപകനായിട്ട് അറബി അധ്യാപകനായിട്ട് ഞാൻ ശരി. ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും നമ്മള് മുഖം കാണും. അങ്ങനെ 4 മാസ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തി സ്കൂളിൽ. അതെത്ര വയസ്സിലാകാൻ നിങ്ങൾ ഇവിടെ സ്കൂള് വയസ്സ് പണി വരുന്നത്? അതൊരു 58, 58-59. അല്ലാതെ വർഷോ വയസ്സോ വയസ്സ്. അത് ശരി. അത്രയാണ് നിങ്ങൾ ഇവിടെ ചേരുമ്പോ? 58 പറഞ്ഞാൽ 58 എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് ഇത്ര വയസ്സാവും 30, 28 വയസ്സ്. ആദ്യം തന്നെ രണ്ടും ഏതാണ്ട് കണക്ക് തന്നെയായിരിക്കും. ഞാൻ 30-ലാ ജനനം. അപ്പൊ 58 അപ്പൊ 28 വയസ്സായി. അല്ല അപ്പൊ 28 വയസ്സിലാണോ നിങ്ങൾ ചേരുന്ന അധ്യാപകനായിട്ട്? അതാ ചോദിച്ചു. പക്ഷെ ഫുൾ ടൈം കിട്ടിയ 60-ലാണ്. 1958 പറഞ്ഞാല് 28-ാം വയസ്സിൽ 30-ലാ ജനനം. 80 വയസ്സായി. അതാണ് 2010 ആകുമ്പോ 80 വയസ്സ് വരുന്നില്ല. അപ്പോ അങ്ങനെ സ്കൂള് അന്ന് നിങ്ങൾ 60 വയസ്സ് വരെ ഉണ്ടോ സർവീസ്? 55 പീരീഡ് ഉണ്ടാവല്ലോ നിങ്ങള് കുറെ കാലം. അന്നേരം 55 ആയിക്കില്ല. അല്ല പിന്നെ പിരിഞ്ഞതല്ലോ. 84 പേര്. അതിനിടയ്ക്ക് പിന്നെ അല്ല മൂന്നാമത് സ്കൂളിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് ഫുൾ ടൈം ആവാൻ വേണ്ടിട്ട്. ഫുൾ ടൈം ആവാം. ഇവിടെ പാർട്ട് ടൈം ആയിട്ടായിരുന്നു. പിന്നെ ആദ്യം വിട്ട് ഇവിടെ CH വന്ന് 12 കുട്ടികൾ വരെ ഉണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ് കൊടുക്കാൻ. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി ചാൻസ് ആയി ഫുൾ ടൈം. അങ്ങനെ 60 മുതൽ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്ത് ഇനി ഇപ്പൊ 24 കൊല്ലത്തെ പിന്നെ സർവീസിന്റെ പേരിൽ പെൻഷൻ വാങ്ങുന്നു. 24 കൊല്ലത്തെ സർവീസിൽ പെൻഷൻ വാങ്ങുന്നു. ചുരുങ്ങിയ തുകയുണ്ടാവും അന്നത്തെ? ചുരുങ്ങിയാണ്. 24 വർഷമാണ് അന്നേരം സർവീസായിട്ട് കിട്ടിയത് അല്ലേ? ഇവിടെ കിട്ടിയത് ശരിക്കും സർക്കാർ ജോലിയായിട്ട് കിട്ടിയത്. കുഞ്ഞുമതില്ല ഞാൻ പഠിപ്പിച്ച കൂടുതൽ. 78-ൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാനുണ്ട്. അത് പഠിപ്പിച്ചില്ല. ഞാൻ നിങ്ങളോട് ഉച്ചക്ക് കളത്തിൽ വന്നിട്ട് ചോറ് വയ്ക്കുന്നതല്ല എനിക്ക് ഓർമ്മ. അന്ന് ചോറ് അല്ല നിങ്ങളോട് സ്കൂളിൽ തന്നെയാ പോയിരുന്നത്. അതുകൊണ്ട് അതന്നെ സ്കൂളിൽ നിന്ന് നിങ്ങൾ എന്നെ കൂട്ടുന്നതുകൊണ്ട് ഞാനും സ്കൂളിലുള്ളതുകൊണ്ടാണ് എന്റെ അവിടേക്ക് പോലും പറഞ്ഞു. കാരണം ഉച്ചക്ക് അങ്ങനെ ഒരു ഉച്ചക്കൊരു ചോറ് എന്നാലും പോക്കൊന്നും ഇല്ലല്ലോ. ഞാന് വാണിമല സ്കൂളിൽ വരാൻ തന്നെ കാരണങ്ങളാ. 1961 എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സെൻസസ് കാനേഷ്മാരിക്ക് വീട്ടിൽ വന്നപ്പോൾ ഉമ്മാനോട് പറഞ്ഞത് വാണി ചേർക്കണം. നിങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ആ അതേ അപ്പൊ പറഞ്ഞിട്ട് നിങ്ങളിവിടെ അന്നേരം ഒളി ഉള്ളപ്പോ തന്നെയാണ്. എന്നാ അത് ഓർമ്മയില്ല. 28 പഠിപ്പിച്ച എനിക്ക് ഓർമ്മയില്ല. ബന്ധത്തിന്റെ ഓർമ്മ, ബന്ധത്തിന്റെ ഓർമ്മ, അവന്റെ ഉമ്മയായിട്ടുള്ള ബന്ധത്തിന്റെ ഓർമ്മ. പറഞ്ഞു നിങ്ങള് അവിടെ പഠിപ്പിച്ചോന്നറിയില്ല. ചിലപ്പോ ഞാൻ തന്നെ എന്നോട് പറഞ്ഞില്ല, ഇവര് കഥ പറഞ്ഞിട്ടില്ല, ഇവരായിരുന്നു അപ്പൊ അകത്തുള്ള കുഞ്ഞുങ്ങളുടെ ഗുണാപ്പറഞ്ഞു. അപ്പൊ എന്റെ ഉമ്മാനെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഓർമ്മിക്കാം. പിന്നെ ആ പെരുമാറ്റങ്ങളും ആ ബന്ധുവല്ലായിട്ട് അല്ല ഓനവിടെ ചേർക്കണമെന്ന് നിങ്ങൾ ആടെ ഒരു സെൻസസിന് പോയപ്പോ പറഞ്ഞാണ്. പെരുമാറ്റം കൊണ്ടുണ്ടായില്ല. അല്ലെങ്കിൽ പഠനം ആടെ വെച്ച് മുറിയും. ഭൂമിയാക്കൽ പഠിച്ച എല്ലാരും വാണിയാളിലൊന്ന് ചേർന്നോളന്നില്ലല്ലോ. ആടെ വെച്ചിട്ട് അതൊരു കെട്ടാണല്ലോ ഭൂമിയാക്ക് പഠിക്കുക എന്ന് പറഞ്ഞു.